എല്ലാവർക്കും വീണ്ടും പൂക്കാരിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ചെറിയ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് കാണുന്നത്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേര് വാട്സപ്പിൽ അയച്ച് ചോദിച്ചു, വോയിസ് അയച്ച് ചോദിച്ചു, ഫേസ്ബുക്കിലെ പേജിൽ ചോദിച്ചു, ഇൻബോക്സ് ചെയ്തു, മെയിൽ അയച്ചു. അങ്ങനെ കുറച്ച് പേർക്കൊക്കെ എനിക്കതിൽ റിപ്ലൈ ചെയ്യാൻ പറ്റി. കുറച്ച് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഒന്ന് ചെറിയതായിട്ട് അതിൻ്റെ ഒരു മറുപടി കൊടുക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിലേക്ക് വളരെ അപ്രതീക്ഷിതമായി ഒരു കുഞ്ഞ് അതിഥി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കുഞ്ഞു വാവയുണ്ടായി. വാവയ്ക്ക് ഇപ്പോൾ 6 മാസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും യൂട്യൂബിലേക്ക് വീണ്ടും മീഡിയയിലേക്ക് നേരത്തെ പോലെ തന്നെ സജീവമായി വീണ്ടും വീഡിയോസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ കാലയളവിൽ കുറേ അധികം വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു വീഡിയോസ് ചെയ്യാഞ്ഞത്. അതൊക്കെ പ്രഗ്നൻസി സമയത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പോസ്റ്റ് പ്രഗ്നൻസി കെയറും പിന്നെ കുഞ്ഞിനെ വളർത്തിയ ആദ്യത്തെ 1 മാസം 2 മാസം ആ കാര്യങ്ങളെല്ലാം ഓരോരോ വീഡിയോസായിട്ട് ഇനിയും പുറകെ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും പറയുക, ഞാനത് ഓരോരോ വീഡിയോസായിട്ട് തീർച്ചയായിട്ടും ഇടും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മോയ്സ്ചറൈസിങ്ങിനെ തന്നെ, അതായത് സ്കിൻ കെയറിനെ പറ്റി തന്നെയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ നേരത്തെ തന്നെ നമ്മൾ മോയ്സ്ചറൈസിങ് സ്കിൻ കെയർ ബേസിക്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ സമയത്തിനുള്ളിൽ ഒരു 40K ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഒരു വീഡിയോ തന്നെയാണ് ഇത്. സ്കിൻ കെയർ ബേസിക്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മൾ സ്കിൻ കെയർ, അതായത് നമ്മളുടെ ത്വക്കിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസിങ്. അത് മുഖമാകട്ടെ നമ്മുടെ ശരീരത്തിലെ സ്കിന്നാകട്ടെ, നമ്മൾ എന്തായാലും മോയ്സ്ചറൈസിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് എന്ത് കാര്യത്തിലാണെങ്കിലും, അതായത് നമ്മൾക്ക് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിലും, നമുക്ക് നോർമൽ സ്കിൻ ഉള്ളവരാണെങ്കിലും, നമുക്ക് ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിലും മോയ്സ്ചറൈസിങ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതായത് മോയ്സ്ചറൈസറിനെ പറ്റി ഉണ്ടായിരുന്ന വീഡിയോ ഇട്ടപ്പം അതിൽ കുറേ അധികം ആളുകൾ മോയ്സ്ചറൈസർ എന്ന സാധനവും അതുപോലെ തന്നെ ബോഡി ലോഷനും ഒന്നാണോ എന്നാണ് കൂടുതലും ആളുകൾ ചോദിച്ചിരുന്നത്. അത് തെറ്റാണ്. മോയ്സ്ചറൈസർ എന്ന് പറയുന്ന സാധനം അല്ല ബോഡി ലോഷൻ. ഫേസിൽ ഉപയോഗിക്കേണ്ട മോയ്സ്ചറൈസിങ്ങിന് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ്. മോയ്സ്ചറൈസിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 2 പ്രൊഡക്റ്റുകളാണ്. ഒന്ന് ബോഡി ലോഷനും അതുപോലെ തന്നെ ഫേസ് മോയ്സ്ചറൈസർ, അത് വേറെയാണ്. പിന്നെ ഫേസ് ക്രീംസ് ഉണ്ട്. ഫേസ് ക്രീമുകൾ നമുക്ക് ഫേസിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫേസ് മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്, അതും നമുക്ക് ഫേസിൽ ഉപയോഗിക്കാം. പക്ഷേ ബോഡി ലോഷൻസ് ഒരു കാരണവശാലും നമ്മൾ മുഖത്ത് ഉപയോഗിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ചിലപ്പം ഒരു പ്രാവശ്യം നമുക്ക് ഉപയോഗിച്ചു അല്ലെങ്കിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചു, ചിലപ്പോൾ നമ്മുടെ സ്കിന്നിൽ അത് പ്രശ്നം ഉണ്ടായി എന്ന് വരുന്നെന്ന് നിർബന്ധമില്ല, ഒരു പ്രശ്നം വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ബോഡി ലോഷൻസ് നമുക്ക് മുഖത്ത് ഉപയോഗിക്കാൻ പാടുള്ള കാര്യമല്ല. ബോഡി ലോഷൻസ് നമ്മൾ മുഖത്ത് ഉപയോഗിച്ചാൽ ചിലപ്പം നമ്മളുടെ മുഖത്ത് ആക്നെ അല്ലെങ്കിൽ നമ്മൾക്ക് കുരുക്കൾ വരാനും അതുപോലെ തന്നെ മുഖം റെഡിഷ് ആകാനും അങ്ങനെ, അല്ലെങ്കിൽ മുഖം ചിലപ്പം ഡ്രൈ ആകാനും അങ്ങനെ മുഖത്ത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ നമ്മുടെ മുഖത്ത് സ്കിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ തിന്നാണ്, വളരെ സെൻസിറ്റീവാണ്. പക്ഷേ നമ്മളുടെ ബോഡിയിലെ ബാക്കി ഭാഗങ്ങൾ, അതായത് നമ്മുടെ കൈ, കാല് അങ്ങനത്തെ ഉള്ള സ്കിന്നെല്ലാം വളരെ കട്ടിയുള്ള സ്കിന്നാണ്. അതുകൊണ്ട് അതിനോട് അനുബന്ധിച്ചുള്ള രീതിയിലാണ് ബോഡി ലോഷൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബോഡി ലോഷന് ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റാണ്. ബോഡി ലോഷന് ഇതൊരു PR അല്ല, പെയ്ഡ് റിവ്യൂ അല്ല.
ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബോഡി ലോഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് വാസ്ലൈൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. വാസ്ലൈൻ്റെ എസെൻഷ്യൽ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് ഇൻറ്റൻസീവ് കെയർ ആണ്. അതായത് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മുതൽ ഓയിലി സ്കിൻ ഉള്ളവർക്ക് വരെ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിപ്പം ഒരു 750 ml ഒരു പാക്കാണ്. ഇതിൻ്റെ ചെറിയ ബോട്ടിൽസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. അതായത് ഞാനിത് ഉപയോഗിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പൊതുവെ ഒരു നോർമൽ സ്കിന്നുള്ള ആളാണ് ഞാൻ. പക്ഷേ എനിക്കിപ്പോൾ ഒരു സാഹചര്യം വെച്ചാൽ എനിക്കിപ്പം ഒന്ന് പുറത്തോട്ട് ഇപ്പോൾ യാത്ര ചെയ്യേണ്ടി വന്നു. ഞാനിപ്പം നാട്ടിലല്ല, പുറത്താണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് യാത്ര ചെയ്ത് വന്നപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീംലി ചൂടാണ്. സാധാരണ ചൂട് കാലഘട്ടത്തിൽ എല്ലാവർക്കും അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാകാറില്ല. പക്ഷേ എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്രോളിയം ജെല്ലി എന്ന് പറയുന്ന സാധനം എനിക്ക് നേരത്തെ തൊട്ട് ഇഷ്ടമല്ല. ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്രോളിയം ജെല്ലി ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. പെട്രോളിയം ജെല്ലി എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന സാധനം വാസ്ലൈൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് കേട്ടിരിക്കുന്നത്. അത് ഡാബറിൻ്റെ പല സാധനങ്ങളുണ്ട്. വാസ്ലൈൻ എന്ന് നമ്മൾ പറയുന്ന ആ പെട്രോളിയം ജെല്ലി. അതല്ലാതെ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കട്ടിയുള്ള, അതായത് ബോഡി ലോഷൻസ് പല ടൈപ്പ് ഉണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളത് എൻഷാൻഡറിൻ്റെ ഉണ്ട് ബോഡി ലോഷൻ, പാരച്യൂട്ടിൻ്റെ ഉണ്ട്, നിവ്യയുടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് ബോഡി ലോഷൻസ് ഇറക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഏറ്റവും കോസ്റ്റ് കുറച്ച് ഇറക്കുന്ന ആൾക്കാർ ആയുറിൻ്റെ ബോഡി ലോഷനാണ്. ആയുറിൻ്റെ ബോഡി ലോഷൻ വളരെ കോസ്റ്റ് കുറച്ച് ഇറക്കുന്നതാണ്. നല്ല സ്മെല്ലും ഉണ്ട്. പക്ഷേ അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് അത്ര നിലനിൽക്കത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് ഒരു നോർമൽ സ്കിന്നുള്ള ആൾക്കാണെങ്കിൽ മോർ ദാൻ ഇനഫാണ്. പക്ഷേ ഡ്രൈ സ്കിന്നിലുള്ള ആളുകൾക്കാണെങ്കിൽ ഈ ഒരു വാസ്ലൈൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഗുഡ്. നിങ്ങൾ തീർച്ചയായിട്ടും ഡ്രൈ സ്കിന്നുള്ള ഒരാളാണെങ്കിൽ ഒരു ബോഡി ലോഷന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കാൻ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റാണ് ഈ വാസ്ലൈൻ്റെ ഈ എസെൻഷ്യൽ ഹീലിംഗ് എന്ന് പറയുന്ന ഈ ഇൻറ്റൻസീവ് കെയർ. അതായത് എനിക്ക് വന്നിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് എൻ്റെ സ്കിന്നുണ്ടായിരുന്നു. സ്കിൻ വരണ്ടിട്ട് ഭയങ്കരമായ പ്രശ്നം ഞാൻ നേരിട്ടപ്പം നമ്മൾ സാധാരണ വെളിച്ചെണ്ണ മുതൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ആദ്യം ഉപയോഗിക്കും, അതിനുശേഷം വീണ്ടും മോയ്സ്ചറൈസർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായ സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വാസ്ലൈൻ്റെ ഈ എസെൻഷ്യൽ ഹീലിംഗ്, ഇതിൻ്റെ അകത്ത് തന്നെ അവർ എഴുതിയിട്ടുണ്ട് 3 വീക്സിനുള്ളിൽ നമുക്ക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള എത്ര സ്കിൻ പ്രോബ്ലം ആണെങ്കിലും അത് ക്യൂർ ആകും എന്നുള്ളത്. ഇതിൽ എഴുതിയിരിക്കുന്ന മാതിരി തന്നെ എനിക്ക് 3 വീക്സൊന്നും എടുത്തില്ല. എനിക്ക് 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായ വ്യത്യാസം തോന്നി. അതുകൊണ്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും വളരെ റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്, വാസ്ലൈൻ്റെ എസെൻഷ്യൽ ഹീലിംഗ് എന്ന ഉള്ള പ്രൊഡക്റ്റ്. ഇത് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നമുക്ക് ഓൺലൈനിൽ ഇത് പർച്ചേസ് ചെയ്യാൻ കിട്ടും. ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഫേസ് മോയ്സ്ചറൈസിങ്ങിന് പിന്നെ ഫേസ് മോയ്സ്ചറൈസറിന് പല മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ആൾക്കാർ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സ്കിൻ ടോണിന് ഏതാ ചേരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മളൊരു സാധനം വാങ്ങി അത് നമ്മൾ ഒരു ചെറിയ പാക്കറ്റ് ആദ്യം വാങ്ങി അത് നമ്മൾ തന്നെ നമ്മുടെ മുഖത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നത് വേണം നമ്മൾ എപ്പോഴും വീണ്ടും ട്രൈ ചെയ്യാൻ. എന്നെ സംബന്ധിച്ച് ഞാൻ ഒത്തിരി മോയ്സ്ചറൈസേഴ്സ് മാറി ട്രൈ ചെയ്തിട്ട് എനിക്ക് എത്ര മോയ്സ്ചറൈസേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ലാക്മേയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസറാണ്. അത്രത്തോളം എനിക്കിഷ്ടമുള്ളൊരു മോയ്സ്ചറൈസർ വേറെ ഇല്ല. അത് ഇവിടെ വന്നതിന് ശേഷം ക്ലൈമറ്റ് ഭയങ്കര ഡ്രൈ ആയി. എത്ര ഡ്രൈ ആണ് ക്ലൈമറ്റ് എങ്കിലും ഞാൻ വന്നിട്ട് ക്ലൈമറ്റ് ഡ്രൈ ആണെങ്കിലും 2-3 പ്രാവശ്യമൊക്കെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും മുഖത്ത്. നമുക്ക് ഡ്രൈ ആകുന്നുണ്ട് എന്ന് തോന്നുമ്പം ഓടി ചെന്ന് പിന്നെയും ആ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും മുഖത്ത്. കഴുകിയിട്ട് വീണ്ടും മുഖത്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ലാക്മേയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസറാണ്.
പിന്നെ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ന്യൂട്രിഡേമിൻ്റെ ഒരു മോയ്സ്ചറൈസറിനെ പറ്റി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. യൂട്യൂബിലാണെങ്കിൽ ഒരുപാട് പേരുടെ റിവ്യൂ കേട്ടിട്ടുണ്ടായിരുന്നു. ന്യൂട്രിഡേമിൻ്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒരു റിവ്യൂ ഇടാം. നമുക്കിപ്പോൾ ഞാനൊരു റിവ്യൂ വീഡിയോ, ഞാൻ ഉപയോഗിച്ച സാധനങ്ങളെ പറ്റി മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യാറുള്ളൂ. അതും സത്യസന്ധമായിട്ടുള്ള റിവ്യൂ മാത്രമാണ് ചെയ്യുന്നത്. ഈ സാധനം നിങ്ങൾ വാങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്കിതൊരു നഷ്ടം വരത്തില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ സ്കിന്നിന് ബുദ്ധിമുട്ട്, അതായത് സ്കിൻ വരണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഈ സാധനം വാങ്ങിച്ചോളൂ. നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇതൊരു ഹീലിംഗ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. നമ്മൾ മോയ്സ്ചറൈസർ മുഖത്ത് എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ബോഡി ലോഷനും അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മൾ ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ്, അതായത് ക്ലെൻസ് ചെയ്തിട്ടാണ്, മുഖം ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ്, മുഖം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ മുഖത്ത് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കുളിച്ചതിന് ശേഷം ദേഹത്തെ നനവ് എല്ലാം മാറ്റി മോയ്സ്ചറൈസർ, അതായത് ബോഡി ലോഷനായ മോയ്സ്ചറൈസർ നമ്മൾ ദേഹത്ത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വൃത്തിയായ സർഫസിൽ ഈ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇന്ന് ഞാൻ നമ്മളുടെ വീഡിയോയിൽ ചർച്ച ചെയ്തത് പറഞ്ഞ കാര്യം, നമ്മളുടെ ഒരു ബോഡി ലോഷൻ നമുക്ക് സ്കിൻ കെയറിൽ എത്ര പ്രധാനമാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നോർമൽ സ്കിൻ ഉള്ളവർക്കാണെങ്കിലും നിങ്ങളുടെ സ്കിന്നിൽ റിങ്കിൾസ് അങ്ങനത്തെ കാര്യങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടിയും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ബോഡി ലോഷൻ. അതുകൊണ്ട് ബോഡി ലോഷൻ കയ്യിലും കാലിലും എങ്കിലും അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാലിൻ്റെ പാദം, ഫൂട്ട് ഭാഗമൊക്കെ എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി ഈ മോയ്സ്ചറൈസർ എപ്പോഴും നല്ലതായിരിക്കും. നമ്മളുടെ ഈ ബോഡി ലോഷൻ എപ്പോഴും ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഫൂട്ട് ആൻഡ് ഹാൻഡ് ക്രീം എന്ന് പറഞ്ഞ് കിട്ടാറുണ്ട്. അതും ഈ ബോഡി ലോഷൻ പോലത്തെ തന്നെ സാധനമാണ്. അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നോർമൽ സ്കിൻ ഉള്ളവരും ഓയിലി സ്കിൻ ഉള്ളവരും എല്ലാവരും ഒരു ബോഡി ലോഷൻ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നത് സെലക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ വാസ്ലൈൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. അതായത് വാസ്ലൈൻ്റെ തന്നെ കൊക്കോവാടയുണ്ട്, അലോവേറയുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ഫ്ലേവേഴ്സിൽ. പിന്നെ ഇപ്പം റീസെൻ്റ് ആയിട്ട് അവർ ഐസ് എന്ന് പറഞ്ഞൊരു ഈ ഇങ്ങനത്തെ മോയ്സ്ചറൈസർ ബോഡി ലോഷൻ ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ അലോവേറയുടെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, കൊക്കോവാടെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ലതാണ്. പക്ഷേ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതിനൊന്നും പോകണ്ട, നിങ്ങൾ ഡയറക്റ്റ് ഇതിന് പോയാൽ മതി. പക്ഷേ നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തും ട്രൈ ചെയ്യാം. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയാണെങ്കിൽ നോർമൽ സ്കിൻ ഉള്ളവർക്ക് കൊക്കോവായും അലോവേറയും എല്ലാം പോകും. അതെല്ലാം നല്ലതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ചർമ്മം വളരെ മനോഹരമായി സംരക്ഷിക്കുക, നന്നായിരിക്കുക, സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി. അടുത്തൊരു നല്ല സൂപ്പർ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.